ഹേ ഗായ്സ്, ഇന്നൊരു സന്തോഷവും അതിനപ്പുറം സങ്കടമുള്ളൊരു ദിവസമാണ് കേട്ടോ. സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മഹേഷ് ഗൾഫിൽ പോവാണ് കേട്ടോ, ദുബായിക്ക് പോവാണ്. അപ്പം അവൻ പോകുന്നതിൻ്റെ ഒരു വിഷമം നല്ലതുപോലുണ്ട്. ഇന്ന് നമ്മുടെ മായ്ക്കുഞ്ഞമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുധീഷ് ചേട്ടനാണെങ്കിൽ കേശവനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്താണ് ഇങ്ങനെ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതീഷണ്ണും അപ്പുറത്ത് ജ്യോതിഷണ്ണനും കൂടെ നമ്മുടെ അമ്മയൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവരിപ്പോൾ വരും, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ കൂട്ടത്തിലാണ് മഹേഷ് അവന് സാധനം മേടിക്കാനായിട്ട് പോയത്, കൊണ്ടുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത് കേട്ടോ. അങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഓരോ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ട് നമ്മുടെ റിലേറ്റീവാണ്. അപ്പോൾ അവരങ്ങോട്ട് പോയ പുറേന്ന് തന്നെ അമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയായിരുന്നു. അങ്ങനെ വന്നതുമല്ല, സന്തോഷമുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടിയത് സന്തോഷമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, അവൻ പോകുന്നതിൻ്റെ സങ്കടം അതിനപ്പുറം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയും സഫാനും മാമിയും ഒക്കെ കൂടെ വന്നിറങ്ങി. മാമിയാണെങ്കിൽ എവിടെ ചെടി കണ്ടാലും ഇസ്ക്കും. അപ്പം എവിടുന്നോ ഇസ്കിക്കൊണ്ട് വന്ന ചെടിയാണ് അത് കേട്ടോ. അപ്പോൾ ക്യാമറയ്ക്കകത്ത് എൻ്റെ ഫോട്ടോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വന്ന് അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ അപ്പയൊക്കെ കൂടെ ഹായ് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചാണ്. അങ്ങനെ ഇവർ വന്ന് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവന് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എന്തോ ഭയങ്കര വിഷമമായിരുന്നു. കാരണം കുറച്ച് സമയം കൂടെ മാത്രമല്ലേ അവൻ അവിടെ ഉള്ളൂ എന്ന് ഓർക്കുമ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു അന്നേരം. അപ്പോൾ സുധീഷേട്ടനൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഡൗൺ ആയി. കാര്യം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുക എടുക്കുക എല്ലാം ചെയ്തപ്പോഴത്തേക്കിനും ആളൊക്കെ സെഡായി കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾ കരഞ്ഞ് എന്തോ ഇപ്പോഴാണ് കരഞ്ഞ് കാണുന്നത് സുധീഷേട്ടൻ. അങ്ങനെ അവൻ പോകാൻ റെഡിയാകാനായിട്ട് പോയപ്പോഴാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അവനും കൂടെ വാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവന് ഞാൻ ഫുഡൊക്കെ വാരി കൊടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കളിയാക്കുന്നുണ്ട്. കാരണം ചേട്ടത്തിയല്ലേ ഞാൻ, ചേട്ടത്തി അനിയന് വാരി കൊടുക്കുന്നത് എല്ലാവരോടും ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന് അവൻ പോകാൻ ഇറങ്ങാൻ സമയമായി കേട്ടോ. എല്ലാവരും കൂടെ കണ്ടപ്പം നെഞ്ചിടിപ്പും കൂടി. കാര്യം പോവാണല്ലോ എന്നോർത്തിട്ട്. പിന്നെ നമ്മുടെ ഇവിടെ എല്ലായിടും ഉണ്ടോയെന്നറിയത്തില്ല ദക്ഷിണ കൊടുപ്പ്. കാരണം മുതിർന്നവരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ദക്ഷിണ കൊടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിലാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അങ്ങനെ ദക്ഷിണ കൊടുത്ത് എല്ലാ മുതിർന്നവർക്കും ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സുധീഷ് ചേട്ടനും ദക്ഷിണ കൊടുത്താണ്. കനവിൽ കൂടെ കാവൽ ചെയ്യും കടമൈ മറവാത് ഉലകമേ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്കും ചേട്ടത്തി എന്ന നിലയിൽ എനിക്കും ദക്ഷിണ തരികയാണ് കേട്ടോ. ഇതും വലിയൊരു സന്തോഷമായിരുന്നു. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ ദക്ഷിണ തരുന്നത്. പിന്നെ അച്ഛനും ദക്ഷിണ കൊടുത്ത് അമ്മയ്ക്കും ദക്ഷിണ കൊടുത്ത് പിന്നെ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. ആകെ മൊത്തത്തിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും ധൃതിയും കാര്യങ്ങളും എല്ലാമായിരുന്നു. പിന്നെ മുതിർന്നവരുടെ അനുഗ്രഹം മേടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹവും കൂടാണ് കേട്ടോ. പോകാൻ സമയമാകും തോറും നല്ല വിഷമമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ എല്ലാവരുടെ യാത്ര അയക്കാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു യാത്ര ചോദിപ്പം ഏറ്റവും വിഷമമുള്ളൊരു കാര്യമായിരുന്നു. കാരണം അവിടെ അവൻ്റെ ഫ്രണ്ട്സ് നിൽപ്പുണ്ടായിരുന്നു. അവിടെ പോയി എല്ലാവരോടും യാത്ര പറയുകയും ഇത്ര ആൾക്കാരെ കാണുകയും ഇത് കൂടുതൽ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും വരികയും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ലാസ്റ്റ് അവൻ നടന്നിങ്ങ് പോരുന്നു. കാരണം അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ നിന്നാൽ അവനും പൊട്ടിക്കരയും. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് വന്നങ്ങ് കയറി കാറിൽ കേട്ടോ. എല്ലാവരെയും ഉള്ളത് കൊണ്ടും ഈ ഒരു യാത്ര, അതായത് ഒരു പ്രവാസി ജീവിതം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും, അത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഇനി എക്സ്പീരിയൻസ് ഉണ്ടാവാനിരിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും ഇതൊരു വലിയൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ കാറിൽ കയറി എല്ലാവരോടും യാത്ര ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞ് അവന് വേണ്ടിയിട്ട് എല്ലാവരുടെയും കരച്ചിലും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇവൻ പോകുന്നത് തന്നെ.
ഗൾഫിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും വരികയും എല്ലാവരുടെ വിഷമവും ആകെ മൊത്തത്തിൽ ഒരു സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും സുധീഷേട്ടനും നിതീഷേട്ടനും വിശാഖ് നിച്ചി അമ്മ അച്ഛൻ തുമ്പി ഞങ്ങൾ ഇത്രയും പേരും കൂടാണ് ഇവനെ കൊണ്ടുവിടാൻ പോകുന്നത് കേട്ടോ. അപ്പം കാറിൽ വെച്ച് ഞങ്ങൾ നല്ല ചില്ലാകാനൊക്കെ നോക്കി, കാരണം എല്ലാവരുടെയും വിഷമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, സുധീഷേട്ടനൊക്കെ ഒരു സൈഡ് സൈലൻ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എറണാകുളം എത്തിയപ്പോഴത്തേക്കിനും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പം തന്നെ ഒരു 6 മണിയൊക്കെ ആയി. കാരണം 7 മണി 7:30 ആകുമ്പോഴത്തേക്കിനും മഹേഷിന് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചിട്ട് നമ്മളിവിടെ പൊറോട്ട ഹബ്ബി വന്നിട്ട് കഴിക്കാൻ വന്നതാണ്. എല്ലാവരും കൂടി ഇരുന്ന് ഇടുങ്ങിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സമയം ഇരുന്നിട്ട് എണീറ്റപ്പോഴത്തേക്കിനും എല്ലാവർക്കും കാലുവേദനയും വല്ലാത്ത ഒരിതായിരുന്നു. കാരണം ഇത്രയും ആൾക്കാരുണ്ടായിരുന്നല്ലോ, എല്ലാവരും ഞെരിഞ്ഞിരിങ്ങിയാണ് ആ വണ്ടിക്കകത്ത് ഇരുന്ന് വന്നേട്ടാ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാനൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഉറക്കം തെളിയാത്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ബിൽഡിങ് കണ്ടത് കേട്ടോ. ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നേ. അപ്പം നമ്മൾ വന്ന് കഴിക്കാൻ കയറി. മഹേഷാണെങ്കിൽ നേരത്തെ ഈ ഒരു പൊറോട്ട ഹബ്ബിൻ്റെ അടുത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് റൂമൊക്കെ എടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കഴിക്കാൻ വന്നത് കേട്ടോ. അങ്ങനെ നിച്ചി ഓർഡർ ചെയ്തത് ഈ ഷവർമ്മയായിരുന്നേ. അങ്ങനെ അവൾ ഓർഡർ ചെയ്ത ഷവർമ്മ നേരത്തെ വന്നു കേട്ടോ. അവൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് വന്നത്. അപ്പോൾ പകുതി ആയപ്പോഴത്തേക്കിനും അവൾക്ക് വേണ്ടാന്നും പറഞ്ഞ് മതിയെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ തുമ്പി ഓർഡർ ചെയ്തത് പൊറോട്ടയും ബീഫ് കറിയും, ഞാനും നിതീഷണ്ണും മഹേഷും ജ്യോതിഷണ്ണും ഓർഡർ ചെയ്തത് കിഴി പൊറോട്ടയായിരുന്നു കേട്ടോ. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അധികം കഴിച്ചതുമില്ല കേട്ടോ. കാരണം എന്തോ ഒരു വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടെത്തി മഹേഷിനെ വിടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവൻ ഓരോ ചുവട് വെച്ച് അങ്ങോട്ട് നീങ്ങുമ്പോഴും നെഞ്ചിനകത്ത് വല്ലാത്തിരുത്തുകയായിരുന്നു. കാരണം ഇനി ഒരു 2 വർഷം അവൻ ദുബായിലാണല്ലോ എന്നുള്ളത് ഓർത്തിട്ട് നമുക്ക് കാണാനും പറ്റില്ല, ഒന്നും പറ്റില്ല. പിന്നെ ജീവിക്കാനല്ലേ എന്നോർക്കുമ്പോഴൊരു സമാധാനം മാത്രം. അങ്ങനെ അവനും അകത്ത് കയറി. പിന്നെ ഞങ്ങൾ പുറത്ത് കുറേ സമയം നിന്ന് കേട്ടോ. കാരണം അവനകത്ത് പോയെങ്കിലും നമുക്ക് പോകാൻ തോന്നിയില്ല. അങ്ങനെ നിന്നപ്പോഴാണ് അവൻ വിളിച്ചിട്ട് പറഞ്ഞ് ഈ ക്ലാസ്സിൻ്റെ അടുത്തോട്ട് വാ, ഇവിടെ വന്ന് നിന്നാൽ കാണാമെന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് സംസാരിച്ച് ഒക്കെ ആയിട്ട് പിന്നെ അവനങ്ങ് അകത്ത് പോയി. അങ്ങോട്ട് പോകും തോറും നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് പ്രവാസി ജീവിതം, പ്രവാസികളുടെ വീട്ടുകാർക്കും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. നല്ല വിഷമമായിരുന്നു ആ കാര്യങ്ങളിലെല്ലാം. പിന്നെ നമ്മൾ അതിനകത്ത് കയറി 100 രൂപ ഫീസ് കൊടുത്തിട്ട് ഈ ഫ്ലൈറ്റ് പോകുന്നതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.